ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ട ഗെയിമിലെ വീണ്ടും ഒരു പുതിയ അപ്ഡേറ്റ് വന്നേക്കാണ് കേട്ടാ. അപ്പോൾ ഈ കാണുന്ന അപ്ഡേറ്റിലെ നമ്മുടെ ജാക്കിനെ ഒരു സോംബി ആയിട്ട് മാറ്റാനൊക്കെ പറ്റും. അങ്ങനത്തെ ഫീച്ചറും വന്നിട്ടുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ അപ്ഡേറ്റിലെ ഒരു പുതിയ ഫീച്ചർ വന്നു. നമുക്കിത് ക്യാമറ ആംഗിളില്ലേ അത് മാറ്റാൻ പറ്റും. മുന്നേ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ ക്യാമറ ആംഗിൾ മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ക്യാരക്ടറിൻ്റെയും ക്യാമറ ആംഗിൾ മാറ്റാൻ പറ്റും. ഇതേ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ക്യാമറ ആംഗിൾ മാറ്റാം. അത് മുന്നേ ഈ ഗെയിമിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് അപ്പോഴും ഫസ്റ്റ് പേഴ്സണിൽ കളിക്കാൻ പറ്റില്ല കേട്ടാ. തേർഡ് പേഴ്സൺ വ്യൂ മാത്രമേ ഉള്ളൂ. എന്തിട്ടായാലും കുഴപ്പമില്ല, ഈ ഫീച്ചർ നൈസായിട്ടുണ്ട്. ഈ ഗെയിമിൽ പിന്നെ വേറെ ഒരു ഫീച്ചർ ഉണ്ട്. നിങ്ങളവിടെ മേലെ ഒരു കണ്ണിൻ്റെ ചിഹ്നം ശ്രദ്ധിച്ചാ? അത് അമർത്തി കഴിഞ്ഞാലേ കൺട്രോൾസൊക്കെ ഹൈഡാവും. ഇതേപോലെ ഹൈഡാവും. ഈ ഫീച്ചറും ഏതായാലും നൈസായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സോംബി ആയിട്ട് മാറാണ്ടാ. ആ സോംബി ആക്ച്വലി ഒരു മോഡാണ്. ആ മോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം ആ മോഡ് ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്കുമേ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അന്നേരം അത് തന്നെത്താൻ ഡൗൺലോഡ് ആവും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലേ ഈ ഗെയിം ഓപ്പൺ ആക്കുക. നിങ്ങൾക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു സംഭവം കാണാൻ പറ്റും, ITA മെനു. ആ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അലോ പെർമിഷൻ എന്ന് കൊടുക്കുക. അടിയിൽ യൂസ് ദിസ് ഫോൾഡർ എന്ന് കാണും, അതുമേ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അലോ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഗെയിം എക്സിറ്റ് അടിക്കുക. എക്സിറ്റ് അടിച്ചിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. എന്നിട്ട് സെർച്ചിൽ സെഡ് ആർച്ചീവർ എന്ന് ടൈപ്പ് ചെയ്യുക. ഈ കാണുന്ന ആപ്പില്ലേ അത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ടത് ഓപ്പൺ ആക്കുക. നമ്മൾ നേരത്തെ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്തില്ലേ, അത് ഡൗൺലോഡ് ഫോൾഡറിൽ ഉണ്ടാവും കേട്ടോ. ഈ ഡൗൺലോഡ് ഫോൾഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏറ്റവും അടിയിലേക്ക് പോവുക. ഇതുണ്ടില്ലേ, അടിയിൽ സോംബിയുടെ ഒരു ഫയലുണ്ട്, FBXൻ്റെ ഫയലാ. അത് കോപ്പി ചെയ്യുക. എന്നിട്ട് ഡോക്യുമെൻറ്റ്സ് ഫോൾഡറില്ലേ, ആ ഡോക്യുമെൻറ്റ്സ് ഫോൾഡർ സെലക്ട് ചെയ്യുക. അന്നേരം ഇവിടെ ITA എന്ന് കാണിക്കും. ITA സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇത്രയുള്ള പരിപാടി. ഇനി ആ ഗെയിം വീണ്ടും ലോഞ്ച് ചെയ്യുക. ഗെയിം ലോഡായാലേ ഈ ITA മെനുവില്ലേ അത് വീണ്ടും ഓപ്പൺ ആക്കുക. മോഡൽ ചേഞ്ചർ കൊടുക്കുക. അന്നേരം ഇവിടെ കാണാൻ പറ്റും നോർമൽ, ഷോർട്ട്, ബിഗ് എന്ന്. ഇതിലിപ്പോൾ തൽക്കാലം നോർമൽ സെലക്ട് ചെയ്യാം. നോർമൽ നോക്കി നോക്കാം. എന്നിട്ട് അടിയിൽ പിക്ക് എ മോഡൽ എന്ന് കണ്ടില്ലേ, അതുമേ സെലക്ട് ചെയ്യുക. അന്നേരം ഇവിടെ സോംബി എന്ന് കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. അന്നേരം നമ്മുടെ ക്യാരക്ടർ സോംബി ആയിട്ട് മാറും. ഇത് കണ്ടില്ലേ, നമ്മുടെ ഇന്ത്യൻ ബാക്ക്ഡ്രൈൻ 3D ഗെയിമില്ലേ അതിലത്തെ സോംബിയും ഇതേപോലെ തന്നെയാ. അതിൽ നിന്ന് കോപ്പി അടിച്ചാന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസ് കുറയ്ക്കാം. ഞാനിവിടെ ഷോർട്ട് എന്ന് കൊടുത്തു. എന്നിട്ട് പിക്ക് എ മോഡൽ സെലക്ട് ചെയ്യുക, സോംബി സെലക്ട് ചെയ്യുക. അന്നേരം നമ്മുടെ ക്യാരക്ടറില്ലേ അത് ചെറുതാവും, ചെറിയ സോംബി ആയിട്ട് മാറും. ഇനി ഇത് വലുതാക്കാനും പറ്റും. ഇതിൽ ബിഗ് എന്ന് കൊടുക്കുക, പിക്ക് എ മോഡൽ സെലക്ട് ചെയ്യുക, വീണ്ടും സോംബിന്ന് സെലക്ട് ചെയ്യുക. അന്നേരം നമ്മുടെ ക്യാരക്ടറില്ലേ അതൊരു ജൈൻറ്റ് സോംബി ആയിട്ട് മാറും. ഇതേപോലെ. ഇതും ഏതായാലും കൊള്ളാം ട്ടാ, നൈസായിട്ടുണ്ട്. ഇനി ഇത് പഴയ പോലെ ആക്കണ്ടേ. അതിനായിട്ട് ആ മെനു ഓപ്പൺ ആക്കുക. എന്നിട്ട് ഡിഫാൾട്ട് മോഡൽ എന്ന് കൊടുക്കുക. അന്നേരം നമ്മുടെ പഴയ ക്യാരക്ടർ വരും. അപ്പോൾ ഇതാണ് ഈ പുതിയ അപ്ഡേറ്റിൽ വന്ന സോംബിയുടെ ക്യാരക്ടർ. ഈ മോഡ് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാവും. അല്ലാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.